മഴ തോർന്നിട്ടും രാജന്റെ ഓടിട്ട വീടിന്റെ ഉമ്മറക്കോലായിൽ മഴ തോർന്നിരുന്നില്ല. ഓടുകൾക്കിടയിൽ എവിടെയോ പറ്റിപ്പിടിച്ചിരുന്ന അവസാനത്തെ തുള്ളികളും ഇറ്റുവീണ് മുറ്റത്തെ ചെളിയിൽ ചെറിയ കുമിളകൾ തീർത്തു. അകത്ത് അടുക്കളയിൽ നിന്നും കട്ടൻ ചായയുടെ മണം പരന്നു. മനു ആവി പറക്കുന്ന ഗ്ലാസുമായി ഉമ്മറത്തേക്ക് വരുമ്പോൾ അവന്റെ അനിയത്തി അനു മുഷിഞ്ഞ ഒരു തുണിക്കഷ്ണം കൊണ്ട് ജനലഴി തുടയ്ക്കുകയായിരുന്നു. ചായ. അവൻ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. അവൾ ചിരിയോടെ അത് വാങ്ങി. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അല്ലേ ചേട്ടാ? അടുക്കളയിലെ പാത്രമെല്ലാം നിറഞ്ഞു. മനു ചിരിച്ചു. ആ ചിരിക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അവന്റെ ലോകം ചെറുതായിരുന്നു, പക്ഷെ സന്തോഷം വലുതായിരുന്നു. ആ ലോകത്തിന്റെ കേന്ദ്രം ഈ വീടും വീട്ടിലെ 4 പേരുമായിരുന്നു. അച്ഛൻ രാജൻ, അമ്മ ലീല, പിന്നെ അവന്റെ എല്ലാ കുസൃതികൾക്കും കൂട്ടുനിൽക്കുന്ന അനിയത്തി അനുവും. അവൻ തന്റെ പഴയ സ്മാർട്ട് ഫോൺ കയ്യിലെടുത്തു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ക്യാമറ ആദ്യം ഫോക്കസ് ചെയ്തത് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികളിലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മഴ ലബയൻ, അവൻ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ നാണവും നിഷ്കളങ്കതയും കലർന്നിരുന്നു. മഴ പെയ്താൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉത്സവമാണ്. ചോരുന്ന ഭാഗത്ത് പാത്രം വെക്കുന്ന ഓട്ടമത്സരം, നനഞ്ഞൊലിച്ച പുസ്തകങ്ങൾ ഉണക്കാനിടുന്ന തിരക്ക്. പക്ഷെ ഈ മഴയത്തും ഒരു സുഖമുണ്ട്. പുറത്ത് തണുപ്പ്, അകത്ത് അമ്മയുടെ ചൂടുള്ള കഞ്ഞിയും. അനു അവന്റെ പിന്നിൽ നിന്ന് ചിരിക്കുന്നത് ക്യാമറയുടെ കോണിൽ പതിഞ്ഞു. ചേട്ടന്റെ ഒരു കാര്യം അവൾ കളിയാക്കി. അതായിരുന്നു മനുവിന്റെ തുടക്കം. മനുവിന്റെ ലോകം എന്ന യൂട്യൂബ് ചാനലിന്റെ തുടക്കം. ആശാരിപ്പണിക്കാരനായ അച്ഛന്റെ കൈകൾ മരത്തിൽ കവിത വിരിയിക്കുന്നത്, അമ്മ പുഴയിൽ നിന്ന് അലക്കിക്കൊണ്ടുവന്ന തുണികൾ വിരിച്ചിടുന്നത്, പാടവരമ്പത്തോടെയുള്ള യാത്രകൾ, നാട്ടിലെ ഉത്സവങ്ങൾ. അവന്റെ ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങൾ അവൻ ഒരു നാടകീയതയുമില്ലാതെ പകർത്തി. ക്യാമറ പിടിക്കാൻ അനുവും എഡിറ്റ് ചെയ്യാൻ സഹായിക്കാൻ കൂട്ടുകാരൻ ബിജുവും ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ആരും കണ്ടില്ല. 100 കാഴ്ചക്കാർ തികഞ്ഞപ്പോൾ അവർ വീട്ടിൽ പായസം വെച്ചു. 1000 കടന്നപ്പോൾ മനു അച്ഛന്റെ കൈകളിൽ നിന്ന് 100 രൂപ വാങ്ങി അനുവിനൊരു ജോഡി കമ്മൽ വാങ്ങിക്കൊടുത്തു. നീയാണെന്റെ ഭാഗ്യം, അവനത് അവളുടെ കാതിൽ അണിയിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവന്റെ സത്യസന്ധത ആളുകൾ പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. നഗരത്തിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ശ്വാസം മുട്ടി ജീവിച്ച പലർക്കും മനുവിന്റെ ഗ്രാമവും ജീവിതവും ഒരു തണുത്ത കാറ്റായി അനുഭവപ്പെട്ടു. അവന്റെ ചാനലിന് കാഴ്ചക്കാർ കൂടി. സബ്സ്ക്രൈബർമാർ 1000-ങ്ങളിൽ നിന്ന് 10,000-ങ്ങളിലേക്കും ലക്ഷത്തിലേക്കും കുതിച്ചു. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുവിന്റെ ഫോണിലേക്ക് ഒരു മെയിൽ വന്നു. യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം. സംഖ്യ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. അമ്മേ, അവൻ സന്തോഷം കൊണ്ടലറി. നമുക്ക് പൈസ കിട്ടി. അവൻ ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്ത ലീല ആ അക്കങ്ങളിലേക്ക് വിസ്മയത്തോടെ നോക്കി. രാജന്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. എന്റെ മോൻ, അയാൾ അവന്റെ തോളിൽ തട്ടി. ആ പണം കൊണ്ട് മനു ആദ്യം ചെയ്തത് വീടിന്റെ മേൽക്കൂര നന്നാക്കുകയായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങി, അച്ഛന് പുതിയ പണിയായുധങ്ങൾ, അനുവിന് അവൾ ഏറെ കൊതിച്ച ഒരു പുതിയ സ്മാർട്ട് ഫോൺ. ഇനി ചേട്ടന്റെ വീഡിയോസ് നല്ല ക്വാളിറ്റിയിലെടുക്കാമല്ലോ, അവൾ പുതിയ ഫോൺ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. പണം വന്നെങ്കിലും മനു മാറിയില്ല. അവൻ പഴയതുപോലെ തന്നെ കൂട്ടുകാരുമായി പാടത്ത് ക്രിക്കറ്റ് കളിച്ചു. അച്ഛനോടൊപ്പം പണിക്ക് പോയി. നാട്ടിലെ ചായക്കടയിൽ രാഷ്ട്രീയം പറഞ്ഞു. അവന്റെ വീഡിയോകളിൽ കൃത്രിമത്വം കലർന്നില്ല. അവന്റെ ജീവിതം തന്നെയായിരുന്നു അവന്റെ കണ്ടന്റ്. മാറ്റം വരാൻ തുടങ്ങിയത് സോനയുടെ വരവോടെയാണ്. അവൾ ഒരു ആരാധികയായിരുന്നു. അവന്റെ ഓരോ വീഡിയോക്കും താഴെ അവളുടെ മനോഹരമായ കമന്റുകൾ ഉണ്ടാകുമായിരുന്നു. പിന്നീട് അവൾ അവന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവളുടെ പ്രൊഫൈൽ ചിത്രത്തിലെ ഐശ്വര്യമുള്ള മുഖവും സംസാരത്തിലെ പക്വതയും മനുവിനെ ആകർഷിച്ചു. അടുത്തുള്ള ടൗണിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. ഒരു ദിവസം അവർ നേരിൽ കാണാൻ തീരുമാനിച്ചു. അനുവിന് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. ചേട്ടാ, സൂക്ഷിക്കണം, നമ്മളെപ്പോലെയല്ല അവരൊക്കെ. എന്റെ അനുക്കുട്ടി പേടിക്കേണ്ട, അവൾ നല്ല കുട്ടിയാ, മനു അവളെ സമാധാനിപ്പിച്ചു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനു സോനയിൽ മയങ്ങി. അവൾ അവന്റെ പ്രശസ്തിയെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ സംസാരിച്ചില്ല. പകരം അവന്റെ അമ്മയുടെ കറിയിലെ രുചിയെക്കുറിച്ചും അച്ഛന്റെ അധ്വാനത്തെക്കുറിച്ചുമാണ് വാചാലയായത്. നിങ്ങളുടെ ആ പഴയ വീട് കാണാനാണ് എനിക്കേറ്റവും ഇഷ്ടം. എന്ത് സമാധാനമാണെന്നോ ആ വീടിനകത്ത്,
അവൾ പറഞ്ഞു. മനുവിന്റെ ഹൃദയം നിറഞ്ഞു. തന്റെ ജീവിതത്തെ ഇത്രയധികം മനസ്സിലാക്കുന്ന ഒരാൾ. അവരുടെ സംസാരം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. വീട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ രാജനും ലീലയ്ക്കും പൂർണ്ണ സമ്മതമായിരുന്നു. വിവാഹം ഒരു ഉത്സവമായിരുന്നു. നാട്ടുകാരും യൂട്യൂബിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും പങ്കെടുത്തു. മനുവിന്റെ കല്യാണം എന്ന വീഡിയോയ്ക്ക് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായി. സോന ആ വീട്ടിലേക്ക് ഒരു മാലാഖയെപ്പോലെ കടന്നുവന്നു. അവൾ ലീലയെ അടുക്കളയിൽ സഹായിച്ചു. രാജന് ചായ കൊണ്ടുപോയി കൊടുത്തു. അനുവുമായി കൂട്ടുകൂടി. മനു താൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനാണെന്ന് വിശ്വസിച്ചു. എന്നാൽ പതിയെ പതിയെ ആ വീട്ടിലെ ചിരിയുടെ അളവ് കുറഞ്ഞു തുടങ്ങി. മനു, ഈ പഴയ വീട്ടിലിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിയില്ല. നമുക്ക് നല്ലൊരു വീട് വെക്കണം. നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്ന ഒന്ന്, ഒരു രാത്രി അവൾ സ്നേഹത്തോടെ പറഞ്ഞു. ഇവിടെന്താ കുഴപ്പം സോനെ? ഈ വീടല്ലേ ആളുകൾക്കിഷ്ടം? അത് പണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർ അല്ലേ? നിങ്ങളുടെ ആരാധകർ നിങ്ങളെ ഒരു നല്ല നിലയിൽ കാണാനല്ലേ ആഗ്രഹിക്കുക? അവളുടെ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് മനുവിന് തോന്നി. അടുത്ത ആഴ്ച നിങ്ങളുടെ സ്വപ്നഭവനം എന്ന പേരിൽ പുതിയൊരു വീഡിയോ സീരീസ് അവൻ തുടങ്ങി. വീട് പണിയാൻ ബാങ്കിൽ നിന്ന് വലിയൊരു ലോൺ എടുത്തു. പുതിയ വീടിന്റെ പ്ലാനും തറക്കല്ലിടലും ഓരോ ഘട്ടവും അവൻ വീഡിയോയാക്കി. കാഴ്ചക്കാർക്ക് ആവേശമായി. പുതിയ വീടിന്റെ പാലുകാച്ചൽ ദിവസം ആ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ രാജന്റെയും ലീലയുടെയും മുഖത്ത് ഒരുതരം അസ്വസ്ഥത നിഴലിച്ചിരുന്നു. അനു പഴയതുപോലെ തുള്ളിച്ചാടി നടന്നില്ല. അവൾ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഒതുങ്ങി നിന്നു. അന്ന് രാത്രി പുതിയ വീട്ടിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ കിടക്കുമ്പോൾ മനു സോനയോട് ചോദിച്ചു, എല്ലാവർക്കും സന്തോഷമായെന്ന് തോന്നുന്നു അല്ലേ? സോന അവന്റെ നെഞ്ചിൽ തലോടിക്കൊണ്ടു പറഞ്ഞു, ഇനിയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മനു. ഇനി നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ അവരുടെ പഴയ ഓടിട്ട വീട് ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു. ആ കാഴ്ചയിൽ അവളുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു. മനു അത് കണ്ടില്ല. അവൻ പുതിയ സ്വപ്നങ്ങളുടെ ലഹരിയിലായിരുന്നു. അവൻ അറിഞ്ഞില്ല ആ ചിരി അവന്റെ പതനത്തിന്റെ തുടക്കമായിരുന്നുവെന്ന്. പുതിയ വീട് ഒരു സ്വർണ്ണക്കൂടായിരുന്നു. അതിവിശാലമായ മുറികൾ, വിലകൂടിയ ഫർണിച്ചറുകൾ, മിനുക്കിയ തറകൾ, എപ്പോഴും ഒരു തണുപ്പ് നിലനിർത്തുന്ന എയർ കണ്ടീഷണർ. പക്ഷേ ആ വീടിനൊരു ആത്മാവുണ്ടായിരുന്നില്ല. പഴയ വീട്ടിലെ ഉമ്മറത്ത് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരുന്നു ചായ കുടിക്കുന്ന പതിവ് നിന്നു. അടുക്കളയിൽ ലീലയുടെ സഹായിയായി നിന്നിരുന്ന അനു പുതിയ മോഡുലാർ കിച്ചണിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. രാജൻ തന്റെ പുതിയ മുറിയിൽ ഒതുങ്ങിക്കൂടി. ആ വീട് അവരുടേതായിരുന്നില്ല. അത് മനുവിന്റെ ലോകം എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു സെറ്റ് മാത്രമായിരുന്നു. മനുവിന്റെ വീഡിയോകളുടെ സ്വഭാവവും മാറി. പുഴയും പാടവും അവന്റെ ക്യാമറയിൽ നിന്നകന്നു. പകരം പുതിയ വീടിന്റെ ഇന്റീരിയർ, വിലകൂടിയ ഗാഡ്ജറ്റുകളുടെ അൺബോക്സിംഗ്, പുതിയ കാറിന്റെ വിശേഷങ്ങൾ എന്നിവ അവന്റെ കണ്ടന്റുകളായി. നിങ്ങളുടെ വിജയം ഞങ്ങൾക്ക് പ്രചോദനമാണ് എന്ന് ചിലർ കമന്റ് ചെയ്തപ്പോൾ, പഴയ മനുവിനെയാണ് ഞങ്ങൾക്കിഷ്ടം, നിങ്ങൾ വല്ലാതെ മാറിപ്പോയി ചേട്ടാ എന്നെഴുതുന്നവരുടെ എണ്ണം പതിയെ കൂടി വന്നു. കാഴ്ചക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും കാര്യമായ കുറവ് വന്നു തുടങ്ങി. ബാങ്ക് ലോണിന്റെ ഭീമമായ തുക ഓരോ മാസവും അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോൾ മനുവിന്റെ നെഞ്ചിൽ ഒരു ഭാരം വന്നു നിറഞ്ഞു. മനു, വ്യൂസ് കുറയുന്നുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും പുതിയതായി ചെയ്യണം, ഒരു ദിവസം രാത്രി സോന പറഞ്ഞു. അവളുടെ മുഖത്ത് ആശങ്കയുണ്ടായിരുന്നു. എനിക്കറിയില്ല സോനെ, ആളുകൾക്ക് പഴയതൊക്കെയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അതൊക്കെ വെറും നൊസ്റ്റാൾജിയയാണ്. ആളുകൾക്ക് വേണ്ടത് ഡ്രാമയാണ്, ഇമോഷനാണ്. നിങ്ങളുടെ വീട്ടുകാരെ വെച്ച് എന്തെങ്കിലും ചെയ്താലോ? അവളുടെ ശബ്ദം നേർത്തു. മനു ഞെട്ടി. വീട്ടുകാരെയോ? അവരെ വെച്ച് എന്തു ചെയ്യാൻ? അല്ല, നിങ്ങളുടെ അനിയത്തിയില്ലേ അനു, അവൾക്ക് നിങ്ങളോട് ചെറിയൊരു കുശുമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ നിങ്ങളവളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതി. അതൊന്നു പർവ്വതീകരിച്ചാൽ. അവൾ നിർത്തി. മനുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? അവൾ എൻ്റെ അനിയത്തിയാണ്. അവൾക്കെന്നോട് കുശുമ്പോ? ഒരിക്കലുമില്ല. ഓ, നിങ്ങളൊരു പാവമാണ് മനു. ഞാൻ കണ്ടിട്ടില്ലേ അവളുടെ നോട്ടം. നിങ്ങൾ എനിക്ക് സാരി വാങ്ങിക്കൊടുത്തപ്പോൾ അവളുടെ മുഖം വാടിയത്. നമ്മൾ പുറത്തുപോയി വരുമ്പോൾ അവൾ അമ്മയോട് എന്തൊക്കെയോ കുറ്റം പറയുന്നത്. ഇതൊക്കെ വെറും കണ്ടന്റിനു വേണ്ടിയല്ലേ മനു, ജീവിതത്തിലല്ലല്ലോ.
അവളുടെ വാക്കുകൾ ഒരു വിഷം പോലെ മനുവിന്റെ ചെവിയിൽ തുളച്ചുകയറി. അവൻ എതിർത്തെങ്കിലും ആ ചിന്ത അവന്റെ മനസ്സിൽ ഒരു വിത്തായി വീണു. ദിവസങ്ങൾ കടന്നുപോയി. സാമ്പത്തിക സമ്മർദ്ദം കൂടി വന്നു. ഉറക്കമില്ലാത്ത രാത്രികളിൽ സോനയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അനു കോളേജിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ മനു അവളോട് ചോദിച്ചു, അനു, നിനക്ക് ചേട്ടനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അവൾ അമ്പരന്നു. ദേഷ്യമോ? എന്തിനെ? അല്ല, ഞാനിപ്പോൾ പഴയതുപോലെ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. അവൾ ചിരിച്ചു. അയ്യേ, എന്റെ ചേട്ടന് വട്ടായോ? ചേട്ടന് തിരക്കുണ്ടെന്ന് എനിക്കറിയില്ലേ? പിന്നെ ഈ വലിയ വീട്ടിൽ എനിക്കൊരു ശ്വാസമുട്ടലുണ്ട്. അതുകൊണ്ടാ ഞാൻ അധികം സംസാരിക്കാത്തത്. അല്ലാതെ എനിക്ക് ഒരു ദേഷ്യവുമില്ല. അവൾ നിഷ്കളങ്കമായി പറഞ്ഞ ആ മറുപടി കേട്ട് മനുവിന് ആശ്വാസം തോന്നി. എന്നാൽ അന്ന് രാത്രി അവൻ ഇക്കാര്യം സോനയോട് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. അവൾ നിങ്ങളുടെ മുഖത്തു നോക്കി കള്ളം പറയുന്നതാണ് മനു. ഈ വലിയ വീട്ടിൽ ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥമെന്താ? നിങ്ങൾ ഈ നിലയിലെത്തിയത് അവൾക്കിഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ. അവൾക്കിഷൂയയാണ്. സോനയുടെ നിരന്തരമായ പ്രേരണയും കുറഞ്ഞുവരുന്ന ബാങ്ക് ബാലൻസും മനുവിനെ ഒടുവിൽ ആ തീരുമാനത്തിലെത്തിച്ചു. അവൻ അനുവിന്റെ പഴയ സംഭാഷണങ്ങൾ ഓർത്തെടുത്തു. അവൾ നിഷ്കളങ്കമായി പറഞ്ഞ ഓരോ വാക്കുകളെയും അവൻ വളച്ചൊടിക്കാൻ തീരുമാനിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസം വീട്ടിലാരുമില്ലാത്തപ്പോൾ അവൻ ക്യാമറ ഓൺ ചെയ്തു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച ഭാരം. അവനൊരു ദീർഘശ്വാസമെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അത് അഭിനയമായിരുന്നില്ല, ഉള്ളിൽ നിന്ന് വന്ന കുറ്റബോധത്തിന്റെ ശബ്ദമായിരുന്നു. പക്ഷേ അത് കാണുന്നവർക്ക് അവന്റെ സങ്കടമായി തോന്നും. എന്റെ വളർച്ചയിൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരാൾ മാത്രം, എന്റെ സ്വന്തം കൂടപ്പിറപ്പ്, അവൾക്ക് മാത്രം എന്നോട് അസൂയയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പണം വന്നപ്പോൾ ഞാൻ മാറിപ്പോയി എന്ന് അവൾ എല്ലാവരോടും പറയുന്നു. എനിക്ക് അവളെ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്ന് പരാതിപ്പെടുന്നു. ഓരോ വാക്കു പറയുമ്പോഴും അവന്റെ ഹൃദയം നുറുങ്ങുന്നതുപോലെ തോന്നി. അവൻ ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞു. ആ കണ്ണുനീരിൽ സത്യത്തിന്റെ ഒരു തുള്ളി പോലുമില്ലായിരുന്നു. പക്ഷേ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ തറയ്ക്കാൻ പോന്നതായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവൻ അനുവിന്റെ പഴയ വീഡിയോകളിലെ ചിരിക്കുന്ന മുഖങ്ങൾ അതിലേക്ക് ചേർത്തുവെച്ചു. പശ്ചാത്തലത്തിൽ വിഷാദമായ സംഗീതവും. എന്റെ വളർച്ചയിൽ അസൂയയുള്ള ഒരേയൊരാൾ എന്ന തലക്കെട്ടോടെ അവൻ ആ വീഡിയോ അപ്ലോഡ് ബട്ടൺ അമർത്തി. ആ നിമിഷം അവന്റെ ഫോണിലേക്ക് ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. ഈ മാസത്തെ EMI അടയ്ക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. മനു ആ മെസ്സേജിലേക്ക് നോക്കി. പിന്നെ സ്ക്രീനിൽ അപ്ലോഡ് ആവുന്ന വീഡിയോയിലേക്കും. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവന്റെ ലോകം എന്നേക്കുമായി മാറാൻ പോവുകയായിരുന്നു. ആ വീഡിയോ ഒരു കാട്ടുതീ പോലെയാണ് പടർന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ ലോകം ആ വീഡിയോയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. കമന്റ് ബോക്സ് ഒരു യുദ്ധക്കളമായി മാറി. സ്വന്തം കൂടപ്പിറപ്പിന്റെ വേദന മനസ്സിലാക്കുന്നു. പണം വരുമ്പോൾ കൂടെയുള്ളവർക്ക് അസൂയ വരുന്നത് സ്വാഭാവികമെന്ന് ഒരു കൂട്ടർ മനുവിനെ ആശ്വസിപ്പിച്ചു. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനു ഒരു പാവം കുട്ടിയാണ്. നിങ്ങൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യുമോ എന്ന് മറുകൂട്ടർ അവനെതിരെ ആഞ്ഞടിച്ചു. വിമർശനങ്ങളെക്കാൾ കാഴ്ചക്കാരുടെ എണ്ണത്തിലെ കുതിപ്പാണ് മനുവിനെയും സോനയെയും ആവേശഭരിതരാക്കിയത്. ഓരോ തവണ പേജ് പുതുക്കുമ്പോഴും ആയിരക്കണക്കിന് പുതിയ കാഴ്ചക്കാർ. വരുമാനത്തിന്റെ ഗ്രാഫ് കുത്തനെ മുകളിലേക്ക്. കണ്ടോ മനു, ഞാൻ പറഞ്ഞില്ലേ, ആളുകൾക്ക് വേണ്ടത് ഇതാണ്. ഡ്രാമ. സോന അവന്റെ തോളിൽ കൈയിട്ട് ആവേശത്തോടെ പറഞ്ഞു. മനുവിന്റെ ഉള്ളിൽ കുറ്റബോധവും ആവേശവും ഒരുപോലെ തിരതല്ലി. അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിന്റെ ഒരു കോണിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്ന പണത്തിന്റെ കണക്കുകൾ ആ ശബ്ദത്തെ ഇല്ലാതാക്കി. അതേസമയം കോളേജിലെ ലൈബ്രറിയിൽ കൂട്ടുകാരികളോടൊപ്പം ചിരിച്ചിരുന്ന നോട്ട്സ് തയ്യാറാക്കുകയായിരുന്നു അനു. അവളുടെ ലോകത്ത് അപ്പോഴും നിറങ്ങൾ ബാക്കിയായിരുന്നു. അവളുടെ ചേട്ടൻ അവൾക്കെതിരെ ഒരുക്കിയ ചതിയുടെ വാരിക്കുഴിയെക്കുറിച്ച് അവൾ അറിഞ്ഞിരുന്നില്ല. അനു, കൂട്ടുകാരിയായ രേഷ്മയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത്. രേഷ്മയുടെ മുഖം വിളറിയിരുന്നു. അവൾ തന്റെ ഫോൺ അനുവിന് നേരെ നീട്ടി. അനു സംശയത്തോടെ ഫോണിലേക്ക് നോക്കി. യൂട്യൂബിന്റെ പേജിൽ തന്റെ ചേട്ടന്റെ കരയുന്ന മുഖമുള്ള ഒരു തംബ്നെയിൽ, അതിനടുത്ത് താൻ ചിരിക്കുന്ന ഒരു പഴയ ഫോട്ടോ, അതിനു മുകളിൽ വലിയ അക്ഷരങ്ങളിൽ ഒരു തലക്കെട്ട്,
എന്റെ വളർച്ചയിൽ അസൂയയുള്ള ഒരേയൊരാൾ. അനുവിന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ആ വീഡിയോയിൽ തൊട്ടു. മനുവിന്റെ ഇടറിയ ശബ്ദം ലൈബ്രറിയുടെ നിശബ്ദതയിൽ മുഴങ്ങി. അവൻ പറയുന്ന ഓരോ വാക്കും ഒരു മൂർച്ചയേറിയ ചില്ലുകഷണം പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചുകയറി. താൻ തമാശയായി പറഞ്ഞ കാര്യങ്ങൾ, നിഷ്കളങ്കമായി പങ്കുവച്ച ആശങ്കകൾ, എല്ലാം ഒരു ക്രിമിനലിന്റെ കുറ്റസമ്മതം പോലെ അവൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. കൂട്ടുകാരികൾ അവളെ താങ്ങിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കുതറിമാറി. കണ്ണീരിനെ തടഞ്ഞു നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. പുസ്തകങ്ങൾക്കിടയിലൂടെ ഓടുമ്പോൾ ആളുകൾ അവളെ സഹതാപത്തോടെയും അത്ഭുതത്തോടെയും നോക്കുന്നത് അവൾ കണ്ടു. അവൾ ഒരു നിമിഷം അവിടെ നിന്നില്ല. ആ കോളേജിന്റെ പടിയിറങ്ങി അവൾ വീട്ടിലേക്ക് ഓട്ടി. അനു വീട്ടിലെത്തുമ്പോൾ ലീലമുറ്റം അടിച്ചുവാരിയെടുക്കുകയായിരുന്നു. മകളുടെ കോലം കണ്ട് അവർ ഞെട്ടിപ്പോയി. വിളറിയ മുഖം, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, പാറിപ്പറന്ന മുടി. എന്തുപറ്റി മോളെ? അവർ ഓടിച്ചെന്ന് അവളെ പിടിച്ചു. അനു ഒന്നും മിണ്ടിയില്ല. അമ്മയെ തള്ളിമാറ്റി അവൾ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ആ കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. സ്വന്തം ചേട്ടൻ, താൻ ജീവനുതുല്യം സ്നേഹിച്ച തന്റെ ഹീറോ ആയിരുന്ന ചേട്ടൻ, എന്തിനായിരുന്നു ഇത്? കാര്യമറിയാതെ ലീല വാതിലിൽ തട്ടിവിളിച്ചു. അപ്പോഴേക്കും അയൽപ്പക്കത്തെ സുമതി ഓടിക്കിതച്ചെത്തി. ലീലേ, നീതറിഞ്ഞോ? നിന്റെ മോൻ യൂട്യൂബിലിട്ട വീഡിയോ കണ്ടോ? അവർ തന്റെ ഫോൺ ലീലയ്ക്ക് നേരെ നീട്ടി. രാജൻ പണി കഴിഞ്ഞു വരുമ്പോൾ കണ്ടത് മുറ്റത്ത് ഫോണിലേക്ക് നോക്കി തരിച്ചു നിൽക്കുന്ന ലീലയെയാണ്. അകത്തുനിന്ന് അനുവിന്റെ നേർത്ത തേങ്ങൽ കേൾക്കാം. കാര്യമറിഞ്ഞപ്പോൾ ആ അച്ഛന്റെ നെഞ്ച് പിളർന്നുപോയി. അയാൾ ആ വീഡിയോ മുഴുവൻ കണ്ടു. കണ്ടു തീർന്നപ്പോൾ അയാളുടെ കൈകൾ മുറുകി. അന്ന് വൈകുന്നേരം വലിയ സന്തോഷത്തിൽ ഒരു പെട്ടി മധുരവുമായാണ് മനുവും സോനയും വീട്ടിലേക്ക് വന്നത്, വീഡിയോയുടെ വിജയം ആഘോഷിക്കാൻ. പക്ഷേ അവരെ സ്വീകരിച്ചത് ശ്മശാനമൂകതയായിരുന്നു. ഹാളിന്റെ നടുവിൽ രാജൻ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾക്ക് തീയുടെ ചുവപ്പായിരുന്നു. എന്താടാ ഇത്? അയാൾ മനുവിന് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ശബ്ദം കടുത്തുപോയിരുന്നു. മനു പതറി. അച്ഛാ, അത് ആളുകളെ കൂട്ടാനുള്ള ഒരു കണ്ടന്റോ? രാജൻ അലറി. സ്വന്തം പെങ്ങളെ, നിന്റെ ചോരയെ ലോകത്തിനു മുന്നിൽ ഒരു കുശുംബിയായി ചിത്രീകരിച്ചിട്ട് നിനക്കത് വെറും കണ്ടന്റാണോടാ? അവൾ ആ മുറിക്കകത്ത് ജീവച്ഛവമായി കിടക്കുന്നു. നിന്നെയോർത്ത് അഭിമാനം കൊണ്ട് നടന്ന ഈ അച്ഛന്റെ തല നീ കുനിപ്പിച്ചല്ലോടാ ദ്രോഹി. അങ്കിൾ, ഇതിലിപ്പോൾ എന്താ ഇത്ര പറയാൻ? മനു ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? സോന ഇടയ്ക്ക് കയറി. രാജൻ ഒരു കൊടുങ്കാറ്റുപോലെ സോനയ്ക്ക് നേരെ തിരിഞ്ഞു. നിർത്തടി! നീ ഈ വീട്ടിൽ കാലുകുത്തിയതിൽ പിന്നെയാണ് ഞങ്ങളുടെ സമാധാനം പോയത്. എന്റെ മോനെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ചെകുത്താനാക്കി മാറ്റിയത് നീയൊക്കെ കൂടിയാണ്. അയാൾ മനുവിന് നേരെ വിരൽ ചൂണ്ടി. ഈ നിമിഷം നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് നിന്റെ പെങ്ങളുടെ കാലു പിടിച്ച് മാപ്പ് പറയണം. അച്ഛന്റെ രോഷത്തിനും സോനയുടെ പ്രേരണയ്ക്കുമിടയിൽ മനു ഒരു നിമിഷം നിന്നു. പിന്നെ അവൻ തീരുമാനിച്ചു. ഇല്ല, ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. അവൻ തിരികെ അലറി. നിങ്ങൾക്കാർക്കും എന്നെയോ എന്റെ കഷ്ടപ്പാടുകളെയോ മനസ്സിലാവില്ല. ഈ വീടിനു വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന എനിക്കിവിടെ ഒരു വിലയുമില്ല. എപ്പോഴും കുറ്റപ്പെടുത്താൻ മാത്രം. അവൻ സോനയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. വാ സോനെ, നമുക്ക് പോകാം. നമ്മളെ മനസ്സിലാക്കുന്നവർ പുറത്തുണ്ട്. കാറിൽ കയറുമ്പോൾ മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കുറ്റബോധം കൊണ്ടായിരുന്നില്ല, തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ഈഗോ കൊണ്ടായിരുന്നു. സോന അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വിഷമിക്കണ്ട മനു, അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങളുടെ പണത്തിനോടാണ്. നമ്മളിത് തെളിയിക്കണം. ആളുകൾക്ക് ഇപ്പോൾ അറിയേണ്ടത് അനു ശരിക്കും ആരാണെന്നാണ്. അവളുടെ ആ കാമുകനില്ലേ രാഹുൽ, അവനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ആ വാക്കുകൾ മനുവിന്റെ ഉള്ളിലെ അവസാനത്തെ നന്മയെയും കെടുത്തിക്കളഞ്ഞു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ, താൻ പറഞ്ഞതാണ് സത്യമെന്ന് സ്ഥാപിക്കാൻ അവൻ അടുത്ത ചതിക്ക് തയ്യാറെടുക്കുകയായിരുന്നു. സ്വന്തം പെങ്ങളുടെ ജീവിതം തന്നെ പണയം വെച്ചുള്ള ഒരു വലിയ ചതിക്ക്. വീട്ടിൽ നിന്നുള്ള ആ ഇറങ്ങിപ്പോക്ക് മനുവിനെ കൂടുതൽ വാശിക്കാരനാക്കി. താൻ പറഞ്ഞതാണ് സത്യമെന്ന് ലോകത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കണം. അതിന് അനു തെറ്റുകാരിയാണെന്ന് തെളിയിക്കണം. സോനയുടെ വാക്കുകൾ അവന്റെ സിരകളിൽ ലഹരിയായി പടർന്നു. നമ്മൾ അവളെ പിന്തുടരുകയൊന്നും വേണ്ട മനു. അവൾ കോളേജിൽ പോകുന്നു, വരുന്നു. അവളുടെ കൂട്ടുകാർ, അവളുടെ ഫോൺ കോളുകൾ.
എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല, സോന ഒരു കുറ്റാന്വേഷകയുടെ തന്ത്രത്തോടെ പറഞ്ഞു. മനുവിന്റെ ഉള്ളിലെ അവസാനത്തെ മനുഷ്യത്വവും മരവിച്ചു. അവൻ ഒരു ചാരനെപ്പോലെ സ്വന്തം അനിയത്തിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ വീട്ടിലേക്ക് വിളിക്കുന്നത് നിർത്തി. പകരം അനുവിന്റെ കൂട്ടുകാരിൽ ചിലരെ സ്വാധീനിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും അവന്റെ കെണിയിൽ വീണില്ല. ദിവസങ്ങൾ കടന്നുപോയി. പുതിയ വീഡിയോ ഒന്നും വരാത്തതുകൊണ്ട് ചാനലിൽ വീണ്ടും അനക്കം കുറഞ്ഞു. വിമർശകർ ശക്തി പ്രാപിച്ചു. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട മനു, അനു എവിടെ, ആ കുട്ടിയെ എന്തു ചെയ്തു തുടങ്ങിയ കമന്റുകൾ അവനെ അസ്വസ്ഥനാക്കി. അങ്ങനെയിരിക്കെയാണ് ആ തുമ്പ് കിട്ടിയത്. അനുവിന്റെ ഒരു കൂട്ടുകാരി, അതും സോനയുടെ അകന്നൊരു ബന്ധു, അവളൊരു വിവരം നൽകി. അനുവിന് ഒരാളുമായി അടുപ്പമുണ്ട്, രാഹുൽ. അടുത്തുള്ള ടൗണിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മാന്യനായ പയ്യനാണ്. അവരുടെ ബന്ധം വീട്ടിൽ പറയാൻ പേടിച്ചിരിക്കുകയാണ്. ഈ വിവരം കിട്ടിയപ്പോൾ മനുവിന്റെ കണ്ണുകൾ തിളങ്ങി. ഒരു സഹോദരന്റെ സ്ഥാനത്തുനിന്ന് അവരുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നില്ല അവന്റെ ലക്ഷ്യം. മറിച്ച് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അടുത്ത കണ്ടന്റ് അവന്റെ മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. അവൻ അനുവിനെ പിന്തുടരാൻ തുടങ്ങി. അവന്റെ പുതിയ കാർ ദൂരെ ഒരിടത്ത് പാർക്ക് ചെയ്ത് മുഖം മറച്ച് അവൻ കാത്തിരുന്നു. 2 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൻ അത് കണ്ടു. കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്ന അനുവിന്റെ അടുത്തേക്ക് ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ രാഹുലായിരുന്നു. അവർ പരസ്പരം നോക്കി ചിരിച്ചു. അവൾ ബൈക്കിൽ കയറിയില്ല. പകരം അവർ അടുത്തുള്ള ഒരു പാർക്കിന്റെ ഒഴിഞ്ഞ കോണിലേക്ക് നടന്നുപോയി. മനുവിന്റെ ഹൃദയം പടപടാ ഇടിച്ചു. അവൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് സൂം ചെയ്ത് അവരുടെ ദൃശ്യങ്ങൾ പകർത്തി. അവരൊരു ബെഞ്ചിലിരുന്നു. അനുവിന്റെ മുഖത്ത് സങ്കടമുണ്ടായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ അവൾ രാഹുലിനോട് പറയുകയായിരുന്നു. രാഹുൽ അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. ഞാനില്ലേ കൂടെ, നമ്മളിതൊക്കെ തരണം ചെയ്യും അനു എന്ന് അവൻ പറയുന്നത് മനുവിന് കേൾക്കാമായിരുന്നു. ഒരു സാധാരണ പ്രണയത്തിലെ ആശ്വാസവാക്കുകൾ. പക്ഷേ മനുവിന്റെ ക്യാമറ കണ്ണുകളിലൂടെ അത് മറ്റൊരു കഥയായി. ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളിൽ ശബ്ദമില്ലാതെ കാണുമ്പോൾ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അവർ രഹസ്യമായി സംസാരിക്കുന്നു. ഇത് മതിയായിരുന്നു അവന്. അന്ന് രാത്രി സോനയും മനുവും ചേർന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്തു. അവർ രാഹുലിന്റെ വാക്കുകൾ മ്യൂട്ട് ചെയ്തു. പകരം ഹൃദയഭേദകമായ ഒരു പശ്ചാത്തല സംഗീതം ചേർത്തു. വീഡിയോയുടെ വേഗത കുറച്ച് ചില ഭാഗങ്ങൾ പലതവണ ആവർത്തിച്ച് കാണിച്ചു. എന്നിട്ട് മനു ക്യാമറയ്ക്ക് മുന്നിലിരുന്നു. ഇത്തവണ അവൻ കരഞ്ഞില്ല. പകരം ഒരു രക്തസാക്ഷിയുടെ ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. സുഹൃത്തുക്കളെ, എന്റെ നെഞ്ച് തകർന്നാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. എന്റെ പെങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നെ വിശ്വസിച്ചില്ല, എന്നെ കുറ്റപ്പെടുത്തി. പക്ഷെ സത്യം ഇതാണ്. അവൻ പകർത്തിയ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു. ഇവനാണ് ആ ചെറുപ്പക്കാരൻ. ഇവന്റെ വലയിലാണ് എന്റെ അനിയത്തി വീണുപോയത്. പഠിക്കാൻ വിട്ടപ്പോൾ അവൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഞാനിത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് എന്റെ വീട്ടുകാർ എന്നെ പുറത്താക്കിയത്. എന്റെ പെങ്ങൾ വഴിതെറ്റിപ്പോയി. അവളെ രക്ഷിക്കാൻ എല്ലാവരും എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ ശബ്ദം വിറച്ചു. അവൻ കൈകൾ കൂപ്പി. എന്റെ പെങ്ങൾ വഴിതെറ്റിപ്പോയി, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന തലക്കെട്ടോടെ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ആദ്യത്തെ വീഡിയോയേക്കാൾ വേഗത്തിൽ അത് വൈറലായി. ഇത്തവണ സഹതാപത്തിന്റെ ഒരു തരംഗം തന്നെ മനുവിന് അനുകൂലമായി ഉണ്ടായി. ദൈവമേ, സ്വന്തം മകളുടെ അവസ്ഥ അറിയാതെ ആ അച്ഛനും അമ്മയും അവനെ പുറത്താക്കിയല്ലോ. മനു, നിങ്ങൾ തളരരുത്, ഞങ്ങൾ കൂടെയുണ്ട്. ആ ചെക്കനെ വെറുതെ വിടരുത്. കമന്റുകൾ തീ പോലെ പടർന്നു. മനുവും സോനയും വിജയഭാവത്തിൽ പരസ്പരം നോക്കി ചിരിച്ചു. തങ്ങൾ യുദ്ധം ജയിച്ചിരിക്കുന്നു എന്നവർ വിശ്വസിച്ചു. പക്ഷേ യഥാർത്ഥ കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ അനുവിന്റെയും രാഹുലിന്റെയും ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ ഓർത്തതേയില്ല. അവർക്ക് വേണ്ടത് കാഴ്ചക്കാരെയും പണവും മാത്രമായിരുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറായിരുന്നു. രാഹുൽ ആ വീഡിയോ കണ്ടത് അവന്റെ സഹപ്രവർത്തകൻ കാണിച്ചു കൊടുത്തപ്പോഴാണ്. എടാ, ഇതൊന്ന് നോക്കിക്കേ, നിന്റെ ഫോട്ടോയൊക്കെ വെച്ച് ഏതോ ഒരു യൂട്യൂബർ എന്തൊക്കെയോ പറയുന്നു എന്നവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ രാഹുലും ചിരിച്ചുകൊണ്ടാണ് ഫോൺ വാങ്ങിയത്. പക്ഷേ സ്ക്രീനിലെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവന്റെ ചിരി മാഞ്ഞു. സ്വന്തം ചിത്രവും അനുവിന്റെ കരഞ്ഞു കലങ്ങിയ മുഖവും മനുവിന്റെ വിഷം പുരട്ടിയ വാക്കുകളും.
ഒരു നിമിഷം അവന്റെ ലോകം നിശ്ചലമായി. ഇവനാണ് ആ ചെറുപ്പക്കാരൻ. ഇവന്റെ വലയിലാണ് എന്റെ അനിയത്തി വീണുപോയത്. ഓരോ വാക്കും ഒരു ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്നതുപോലെ അവന് തോന്നി. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും തന്നെയും ലോകത്തിനു മുന്നിൽ അപമാനിച്ച് ഒരു കഥ മെനഞ്ഞ് പണമുണ്ടാക്കുന്ന ഒരുത്തനാണ് അവളുടെ സഹോദരൻ എന്നറിഞ്ഞപ്പോൾ അവന്റെ രക്തം തിളച്ചു. അവൻ ഓഫീസിൽ നിന്ന് എന്തു പറഞ്ഞാണ് ഇറങ്ങിയതെന്നോ എങ്ങനെയാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നോ അവൻ ഓർമ്മയില്ല. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് അതിലും വലിയൊരു ദുരന്തമായിരുന്നു. അവന്റെ അച്ഛൻ കണിശക്കാരനായ വിശ്വനാഥൻ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. മുഖം വലിഞ്ഞുമുറുകിയിരുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് ഭയത്തോടെ എത്തിനോക്കുന്നുണ്ടായിരുന്നു. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയല്ലോടാ നീ എനിക്ക്, വിശ്വനാഥൻ അലറി. ഏതോ ഒരു വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നവളെയാണോടാ നിനക്ക് കിട്ടിയത്? അവളുടെ ആങ്ങള അവളെക്കുറിച്ച് തന്നെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഊഹിക്കാമല്ലോ ആ കുടുംബത്തിന്റെ നിലവാരം. അച്ഛാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അനു ഒരു പാവം കുട്ടിയാണ്. അവളുടെ ചേട്ടൻ ഒരു... മിണ്ടിപ്പോകരുതു നീ, വിശ്വനാഥൻ കൈയുയർത്തി. ആ ബന്ധം ഇവിടെ വെച്ച് തീർന്നു. ഇനി മേലാൽ ആ പെണ്ണിനെയോ അവളുടെ വീട്ടുകാരെയോ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ നീ ഈ വീടിന്റെ പടിയിറങ്ങണം. അതേസമയം രാജന്റെ വീട്ടിൽ ആ വാർത്ത എത്തിയത് ഒരു ഇടുത്തി പോലെയായിരുന്നു. അനു ആ വീഡിയോ കണ്ട നിമിഷം അവൾ തളർന്നു നിലത്തേക്ക് വീണു. അവളുടെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു. സ്വന്തം ചേട്ടൻ തന്നെ ഒരു വേട്ടമൃഗത്തെ പോലെ പിന്തുടർന്ന് ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. രാജന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അയാൾ മനുവിനെ വിളിച്ചു. എടാ നരാധമ, എന്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ തീരുമാനിച്ചോ? നിന്നെ ഞാൻ... അയാളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. മറുതലയ്ക്കൽ മനു പതറിയില്ല. അച്ഛൻ സത്യം മനസ്സിലാക്കണം. ഞാൻ അവളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. രക്ഷിക്കാനോ? രാജൻ അലറി. അവളുടെ ജീവിതം നശിപ്പിച്ചിട്ടാണോടാ നീ അവളെ രക്ഷിക്കുന്നത്? നീ ഇനി എന്റെ മകനല്ല. നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. അയാൾ ഫോൺ വലിച്ചെറിഞ്ഞു. എന്നാൽ രാഹുൽ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. അപമാനവും ദേഷ്യവും കൊണ്ട് അവന്റെ സമനില തെറ്റിയിരുന്നു. അവൻ ബൈക്കെടുത്ത് മനുവിന്റെ പുതിയ വീട്ടിലേക്ക് കുതിച്ചു. ഗേറ്റ് തള്ളിത്തുറന്ന് അവൻ അകത്തേക്ക് പാഞ്ഞു കയറുമ്പോൾ മനുവും സോനയും വിജയത്തിന്റെ ലഹരിയിൽ ചായ കുടിക്കുകയായിരുന്നു. രാഹുലിന്റെ രൗദ്രഭാവം കണ്ട് അവർ ഒരു നിമിഷം പകച്ചു. നീ എന്തു മനുഷ്യനാടാ? രാഹുൽ മനുവിന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ചാണോടാ നീ യൂട്യൂബിൽ പണമുണ്ടാക്കുന്നത്? അവൾ നിനക്കെന്തു ദ്രോഹമിടാ ചെയ്തു? മനു അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. എന്റെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടാൻ നീയാരാടാ? നിന്റെ വീടോ? നിനക്ക് കുടുംബമുണ്ടോടാ? രാഹുൽ ആഞ്ഞടിച്ചു. അതൊരു പൊട്ടിത്തെറിയായിരുന്നു. അവർ തമ്മിൽ ഉന്തും തള്ളുമായി. സോന ഭയന്ന് നിലവിളിക്കുന്നതിനു പകരം തന്ത്രപൂർവം തന്റെ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അവളുടെ ക്യാമറയിൽ പതിഞ്ഞത് അക്രമാസക്തനായ കാമുകൻ മനുവിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അടിയുടെയും ബഹളത്തിന്റെയും ശബ്ദം കേട്ട് അയൽക്കാർ ഓടിക്കൂടി. അവർ രാഹുലിനെ പിടിച്ചുമാറ്റി. ഷർട്ട് കീറി ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞു നിൽക്കുന്ന മനുവിനെയാണ് എല്ലാവരും കണ്ടത്. സോന കരഞ്ഞുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, എന്റെ ഭർത്താവിനെ അയാൾ കൊല്ലാൻ നോക്കിയേ. അനിയത്തിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് അയാൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നതാ. രാഹുൽ പിടിച്ചുമാറ്റിയവരുടെ കയ്യിൽ കിടന്ന് അലറി. കള്ളം പറയുകയാണിവർ. ഇവനാണ് ചെകുത്താൻ. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന മനു ഇരയും രോഷാകുലനായ രാഹുൽ വില്ലനുമായി മാറി. അന്ന് രാത്രി തന്നെ പുതിയൊരു വീഡിയോ മനുവിന്റെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. സത്യം പറഞ്ഞതിന് എന്നെയും ഭർത്താവിനെയും അനിയത്തിയുടെ കാമുകൻ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന സോനയുടെ കരച്ചിലോടെയുള്ള ആമുഖം. തുടർന്ന് രാഹുൽ മനുവിനെ ആക്രമിക്കുന്നതിന്റെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ മനുവിന് വീണ്ടും സഹതാപ തരംഗമുണ്ടായി. പക്ഷേ ഇത്തവണ മറ്റൊരു ശബ്ദം കൂടി ഉയർന്നുവന്നു. പ്രമുഖരായ ചില യൂട്യൂബർമാരും സാമൂഹിക നിരീക്ഷകരും മനുവിന്റെ കഥയിൽ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. ഒരു സഹോദരൻ ഒരിക്കലും സ്വന്തം അനിയത്തിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇങ്ങനെ പരസ്യമാക്കില്ല, ഒരു പ്രമുഖ വ്ലോഗർ ലൈവിൽ പറഞ്ഞു. ഇവിടെ ഇരയാക്കപ്പെടുന്നത് ആ പെൺകുട്ടിയാണ്. എന്താണ് യഥാർത്ഥ സത്യം എന്ന് നമ്മൾ അറിയണം. #Justice for Anu എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ പതിയെ ട്രെൻഡ് ചെയ്യാൻ തുടങ്ങി. മനുവിന്റെ കഥയിലെ പൊരുത്തക്കേടുകൾ ആളുകൾ ചർച്ച ചെയ്തു. രാജന്റെ വീട്ടിൽ അനു പൂർണ്ണമായും മൗനത്തിലേക്ക് വീണിരുന്നു. അവൾ ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല.
അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. മകളുടെ അവസ്ഥ കണ്ട് രാജൻ ഒരു തീരുമാനമെടുത്തു. ഇനി കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇതിനൊരു അന്ത്യം കുറിക്കണം. അയാൾക്ക് മനുവിനോട് ദേഷ്യമല്ല, സഹതാപമാണ് തോന്നിയത്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ആത്മാവ് നഷ്ടപ്പെട്ട തന്റെ മകനെ ഓർത്ത് ആ അച്ഛന്റെ ഹൃദയം വേദനിച്ചു. അയാൾ ഒരു പഴയ ഷർട്ടെടുത്ത് ധരിച്ച് പുറത്തേക്കിറങ്ങി. ലക്ഷ്യം മനുവിന്റെ വീടായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഒരു അച്ഛന്റെ യാത്രയായിരുന്നു, ഒരു വിധികർത്താവിന്റെ യാത്ര. രാജൻ ആ വലിയ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരു കാവൽക്കാരന്റെ ഗൗരവമോ ഇരയുടെ നിസ്സഹായതയോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ മുഖത്ത്. ഒരു അച്ഛന്റെ വേദനയും ഒരു കുടുംബനാഥന്റെ ഉറച്ച തീരുമാനവും ആ മുഖത്ത് നിഴലിച്ചു. കോളിംഗ് ബെൽ കേട്ട് വാതിൽ തുറന്ന സോന രാജനെ കണ്ട് ഒരു നിമിഷം പതറി. അവളുടെ മുഖത്തെ പുച്ഛം ഒരു നേർത്ത വെപ്രാളത്തിന് വഴിമാറി. അച്ഛനോ? മനു ഹാളിലേക്ക് വന്നുകൊണ്ട് അത്ഭുതപ്പെട്ടു. രാജൻ അകത്തേക്ക് കയറി. ആഡംബരം നിറഞ്ഞ ആ മുറികളിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാഞ്ഞുപോയി. എന്നിട്ട് മനുവിന്റെ മുഖത്ത് ഉറച്ചു. ഇരിക്കച്ച, മനു പറഞ്ഞു. വേണ്ട. രാജന്റെ ശബ്ദം ശാന്തവും എന്നാൽ കടുപ്പമുള്ളതുമായിരുന്നു. ഞാനൊരു കാര്യത്തിനാണ് വന്നത്. അദ്ദേഹം സോനയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവൾ പതിയെ അകത്തേക്ക് ഉൾവലിഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ മനു? രാജൻ തുടങ്ങി. ചെറുപ്പത്തിൽ നിനക്ക് ടൈഫോയിഡ് പിടിച്ചു കിടന്ന ഒരു കിടപ്പുണ്ട്. ഏതാണ്ട് 1 മാസം. അന്ന് നിന്റെ തലയ്ക്കിൽ നിന്ന് മാറാതെ നേരാവണ്ണം ഉറങ്ങുകയോ കഴിക്കുകയോ ചെയ്യാതെ നിന്നെ നോക്കിയത് നിന്റെ ഈ അച്ഛനും അമ്മയും മാത്രമല്ല, സ്കൂളിൽ പോലും പോകാതെ നിനക്ക് കഞ്ഞിയുമായി വന്നിരുന്ന നിന്റെ പെങ്ങളാണ്. അന്ന് അവൾക്ക് നീയായിരുന്നു ലോകം. മനുവിന്റെ മുഖം വിളറി. ഞാൻ നിന്നെ മരപ്പണി പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. മരത്തിന്റെ ജീവൻ കളയാതെ വേണം ഓരോ ശില്പവും ഉണ്ടാക്കാൻ. നീ എന്താടാ ചെയ്തേ? നിന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം വെച്ച് നീ കച്ചവടം നടത്തി. അവളുടെ ജീവൻ നീ എടുത്തു. അച്ഛാ, മനു എന്തോ പറയാൻ ശ്രമിച്ചു. വേണ്ട. രാജൻ കൈയുയർത്തി അവനെ തടഞ്ഞു. ഇനി നീ പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇത് പണത്തിന്റെയോ പ്രശസ്തിയുടെയോ കാര്യമല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. നിനക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരും. അദ്ദേഹം മനുവിന്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറുന്ന പോലെ നോക്കി. നീയിട്ട ആ 2 വീഡിയോകളും ഡിലീറ്റ് ചെയ്യണം. പരസ്യമായി ലോകത്തിനു മുന്നിൽ നീ നിന്റെ പെങ്ങളോടും ആ പയ്യനോടും അവന്റെ വീട്ടുകാരോടും മാപ്പ് പറയണം. ഇല്ലെങ്കിൽ ഈ 24 മണിക്കൂർ കഴിഞ്ഞാൽ മനു എന്നു പേരുള്ള എന്റെ മകൻ മരിച്ചുവെന്ന് ഞാൻ കരുതും. എന്റെയോ നിന്റെ അമ്മയുടെയോ മരണത്തിന് പോലും നീ ഈ പടി ചവിട്ടരുത്. എന്റെ സ്വത്തിനും എന്റെ പേരിനും നിനക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. അദ്ദേഹം ഒരു നിമിഷം നിർത്തി. ഇതൊരു ഭീഷണിയല്ല, ഒരു അച്ഛന്റെ വാക്കാണ്. എന്റെ വിധിയാണ്. ഒന്നും മിണ്ടാതെ വന്നതുപോലെ തന്നെ ശാന്തനായി രാജൻ ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ ശബ്ദം അകന്നുപോയപ്പോൾ ആ വലിയ വീട്ടിൽ താൻ തനിച്ചായതുപോലെ മനുവിന് തോന്നി. അച്ഛന്റെ വാക്കുകൾ ഒരു തീക്കനൽ പോലെ അവന്റെ നെഞ്ചിൽ എരിഞ്ഞു. അതേസമയം പുറത്തെ ലോകം ഉണർന്നു കഴിഞ്ഞിരുന്നു. #Justice for Anu എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറി. മനുവിന്റെ കഥയിലെ പൊരുത്തക്കേടുകൾ ഓരോന്നായി ആളുകൾ പുറത്തുകൊണ്ടുവന്നു. രാഹുലിന്റെ കൂട്ടുകാർ അവന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളിട്ടു. അനുവിന്റെ കോളേജിലെ കുട്ടികൾ അവൾ എത്ര നല്ല കുട്ടിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രമുഖരായ യൂട്യൂബർമാർ മനുവിനെതിരെ വീഡിയോകൾ ചെയ്തു. കണ്ടന്റിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല, ക്രൂരതയാണ് അവർ വിളിച്ചു പറഞ്ഞു. ആദ്യമായി മനുവിന്റെ ചാനലിലെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുറയാൻ തുടങ്ങി. ആയിരങ്ങൾ ഓരോ മണിക്കൂറിലും അൺസബ്സ്ക്രൈബ് ചെയ്തു. സ്പോൺസർമാർ ഓരോരുത്തരായി വിളിച്ച് കരാർ റദ്ദാക്കുന്ന കാര്യം അറിയിച്ചു. സോനയുടെ മുഖത്തെ വിജയഭാവം പൂർണ്ണമായി മാഞ്ഞു. അവൾ പരിഭ്രാന്തയായി. മനു, നമ്മളിനി എന്തു ചെയ്യും? എല്ലാം കൈവിട്ടുപോകുന്നു. മനു ഒന്നും മിണ്ടിയില്ല. അവൻ മുറിയിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. അതിൽ തെളിഞ്ഞ സ്വന്തം പ്രതിബിംബത്തെ അവൻ തുറിച്ചുനോക്കി. അവനൊരു അപരിചിതനെപ്പോലെ തോന്നി. പണവും പ്രശസ്തിയും നേടാനുള്ള ഓട്ടത്തിൽ തനിക്ക് നഷ്ടമായത് സ്വന്തം മുഖം തന്നെയാണെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അച്ഛന്റെ വാക്കുകളും പുറത്തെ ലോകത്തിന്റെ വെറുപ്പും ഉള്ളിലെ കുറ്റബോധവും ചേർന്ന് അവനെ വരിഞ്ഞു മുറുക്കി. ആ സ്വർണ്ണക്കൂടിന്റെ ചുമരുകൾ അവനെ ഞെരിക്കുന്നതായി തോന്നി.
ആശുപത്രിയിലെ മരുന്നിന്റെ മണമുള്ള മുറിയിൽ വെള്ള പുതച്ച് കിടക്കുകയായിരുന്നു അനു. ആൾക്കൂട്ടത്തെയും ബഹളങ്ങളെയും ഭയന്ന് രാജൻ അവളെ ടൗണിലെ ഒരു ചെറിയ ക്ലിനിക്കിലാണ് പ്രവേശിപ്പിച്ചത്. അവൾ ഒരു ജീവനുള്ള പാവയെപ്പോലെ മച്ചിലേക്ക് നോക്കിക്കിടന്നു. എന്നാൽ പുറത്തെ ലോകം അവൾക്കുവേണ്ടി ശബ്ദിച്ചു തുടങ്ങിയത് അവൾ അറിഞ്ഞില്ല. രാഹുൽ തന്റെ വീട്ടിലെ എതിർപ്പുകളെ അവഗണിച്ച് അനുവിന്റെ കൂട്ടുകാരി വഴി അവളെ ബന്ധപ്പെട്ടു. അനു, നീ തളരരുത്, ഞാൻ വിശ്വസിക്കുന്നത് നിന്നെയാണ്. എന്തുവന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും. അവന്റെ വാക്കുകൾ അവളിൽ നേർത്ത ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു. #Justice for Anu എന്ന ഹാഷ്ടാഗിൽ വരുന്ന പോസ്റ്റുകൾ അവളുടെ കൂട്ടുകാരികൾ അവളെ കാണിച്ചുകൊടുത്തു. താൻ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവ് മരവിച്ചുപോയ അവളുടെ സിരകളിൽ പതിയെ ജീവൻ വെപ്പിച്ചു. രാഹുലും അനുവിന്റെ കൂട്ടുകാരും ഒരു തീരുമാനമെടുത്തു. ഇനി മൗനം വെടിയണം. പ്രതികാരം ചെയ്യാനല്ല, സത്യം വിളിച്ചു പറയാൻ. അനു സംസാരിക്കണം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ ദിവസം അനു ആ തീരുമാനമെടുത്തു. അവൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അപമാനിക്കപ്പെട്ട് ജീവിക്കുന്നതിലും ഭേദമാണ് സത്യത്തിനു വേണ്ടി ശബ്ദിക്കുന്നതെന്ന് അവൾ ഉറപ്പിച്ചു. അവളുടെ കൂട്ടുകാരിയുടെ യൂട്യൂബ് ചാനലിലൂടെ അവൾ ലൈവിൽ വന്നു. രാഹുൽ ധൈര്യം പകർന്നുകൊണ്ട് അവളുടെ അരികിലിരുന്നു. ലൈവ് തുടങ്ങിയപ്പോൾ അവളെ കണ്ടവർ ഞെട്ടി. കരഞ്ഞു കലങ്ങി തകർന്ന ഒരു പെൺകുട്ടിയെയല്ല അവർ കണ്ടത്. വിളറിയ മുഖത്തും ക്ഷീണിച്ച കണ്ണുകളിലും ഒരുറച്ച ഭാവമുണ്ടായിരുന്നു. അവളുടെ ശബ്ദം നേർത്തു, ചെറുതായി വിറച്ചു. പക്ഷേ അതിൽ സത്യത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം, അവൾ തുടങ്ങി. ഞാൻ അനു. അവൾ കള്ളക്കഥകൾ പറഞ്ഞില്ല, ആരെയും ചെളിവാരിയെറിഞ്ഞില്ല. അവൾ ശാന്തമായി സംസാരിച്ചു. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു. ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന എന്റെ ചേട്ടൻ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ട സ്വപ്നങ്ങളാണ് നിങ്ങൾ മനുവിന്റെ ലോകം എന്ന ചാനലിൽ കണ്ടത്. അവൾ തന്റെ ഫോണിൽ നിന്ന് പഴയ ഫോട്ടോകൾ ഓരോന്നായി കാണിച്ചു. മനു അവളെ തോളിലിരുത്തി ചിരിക്കുന്ന കുട്ടിക്കാലത്തെ ചിത്രം. ആദ്യമായി കിട്ടിയ വരുമാനം കൊണ്ട് വാങ്ങിത്തന്ന കമ്മലണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ. ഓരോ ചിത്രവും ആ പഴയ സ്നേഹത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. ശേഷം അവൾ മനുവിന്റെ വീഡിയോകളിലെ ആരോപണങ്ങൾക്ക് ഓരോന്നായി മറുപടി നൽകി. താൻ പറഞ്ഞ വാക്കുകളുടെ യഥാർത്ഥ സന്ദർഭം വിശദീകരിച്ചു. രാഹുലുമായുള്ള ബന്ധം അവൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞു. ലൈവിന്റെ അവസാനം അവളുടെ ശബ്ദം ചെറുതായി ഇടറി. എനിക്ക് ആരോടും പരാതിയില്ല, എന്റെ ചേട്ടനോടും. പക്ഷേ ഇതെന്റെ ചേട്ടനല്ല. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി സ്വന്തം പെങ്ങളെ ലോകത്തിനു മുന്നിൽ അപമാനിക്കാൻ മടിക്കാത്ത ഈ മനുഷ്യനെ എനിക്കറിയില്ല. എനിക്കെന്റെ പഴയ ചേട്ടനെ തിരികെ വേണം. ആ ലൈവ് ഒരു കൊടുങ്കാറ്റായി മാറി. അനുവിന്റെ സത്യസന്ധതയും അന്തസ്സും ജനങ്ങളുടെ ഹൃദയം കീഴടക്കി. മനുവിനെതിരെയുള്ള ജനരോഷം അണപൊട്ടിയൊഴുകി. അവന്റെ അവസാനത്തെ സ്പോൺസറും കരാർ റദ്ദാക്കി. അവന്റെ ചാനലിലെ വരുമാനം പൂർണ്ണമായി നിലച്ചു. യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ലംഘിച്ചതിന് അവന്റെ ചാനലിന് സ്ട്രൈക്ക് നൽകി. സോനയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഈ കപ്പൽ മുങ്ങാൻ പോകുകയാണ്. അന്ന് രാത്രി അവൾ തന്റെ ബാഗുകൾ പാക്ക് ചെയ്തു. എനിക്ക് പറ്റില്ല മനു, ഇങ്ങനെ ജീവിക്കാൻ എന്നെക്കൊണ്ടാവില്ല. എല്ലാം നശിപ്പിച്ചത് നിങ്ങളാണ്. അവൾ കൈമലർത്തി. സോനെ, നീയും കൂടിയല്ലേ? അവൻ യാചിക്കാൻ ശ്രമിച്ചു. ഞാനോ? ഞാൻ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഉപദേശിച്ചത്. അത് ശരിയായി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എനിക്കിനി എന്റെ ജീവിതം നോക്കണം. അവൾ ആ വീടിന്റെ പടിയിറങ്ങിപ്പോയി. മനു ആ വലിയ ശൂന്യമായ വീട്ടിൽ തനിച്ചായി. കുടുംബം, സ്നേഹം, കരിയർ, ഭാര്യ, പണം എല്ലാം അവന് നഷ്ടപ്പെട്ടിരുന്നു. അവൻ യൂട്യൂബ് തുറന്നു. ചാനലിന്റെ ഹോം പേജിൽ അവന്റെ ആദ്യത്തെ വീഡിയോയുടെ തംബ്നെയിൽ മഴയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ. അവനിലെ പഴയ മനുവും ഇന്നത്തെ മനുവും നേർക്കുനേർ നോക്കി. ആ താരതമ്യം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യന് തന്നെ അടക്കമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയം പിളരുന്ന ഒരു കരച്ചിൽ ആ ശൂന്യമായ വീട്ടിൽ മുഴങ്ങി. അവന്റെ പതനം പൂർണ്ണമായിരുന്നു. ആ വലിയ വീട്ടിലെ ഓരോ വസ്തുവും മനുവിനെ നോക്കി പരിഹസിക്കുന്നതായി തോന്നി. അവന്റെ വിജയത്തിന്റെ സ്മാരകങ്ങളായിരുന്ന അവയെല്ലാം ഇപ്പോൾ പരാജയത്തിന്റെ ചിഹ്നങ്ങളായി മാറിയിരുന്നു. ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വാതിലിൽ പതിഞ്ഞ ദിവസം അവൻ അവസാനമായി ആ വീടിനെ തിരിഞ്ഞു നോക്കി. അവൻ ആദ്യം ചെയ്തത് തന്റെ യൂട്യൂബ് ചാനൽ എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യുകയായിരുന്നു.
ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർമാരും കോടിക്കണക്കിന് കാഴ്ചക്കാരുമുണ്ടായിരുന്ന തന്റെ ജീവിതം മാറ്റിമറിച്ച ആ ചാനൽ ഒരു ക്ലിക്കിൽ അവൻ ഓർമ്മയാക്കി. അത് അവന്റെ വിഷലിപ്തമായ ആ പഴയ ജീവിതത്തോടുള്ള വിടവാങ്ങലായിരുന്നു. പുതിയ കാറും വിലകൂടിയ ഫോണുകളും ക്യാമറകളും കിട്ടിയ വിലയ്ക്ക് വിറ്റ് അവൻ ആ പണം ബാങ്കിന്റെ കടം വീട്ടാനായി നീക്കിവെച്ചു. കയ്യിലൊരു ചെറിയ ബാഗുമായി, ക്ഷൗരം ചെയ്യാതെ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി അവൻ തന്റെ പഴയ വീടിന്റെ പടിപ്പുരയിലേക്ക് നടന്നു. ഗേറ്റ് തുറക്കാൻ ധൈര്യമില്ലാതെ അവൻ പുറത്തുനിന്നു. തന്നെ കണ്ടാൽ അച്ഛൻ ഇറക്കിവിടുമോ എന്ന് അവൻ ഭയന്നു. അടുക്കളപ്പുറത്ത് വാസനകൾ കഴുകുകയായിരുന്ന ലീലയാണ് അവനെ ആദ്യം കണ്ടത്. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം അവനിൽ തങ്ങിനിന്നു. ആ കോലം കണ്ട് അവരുടെ നെഞ്ചുപടഞ്ഞു. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. അകത്തേക്ക് പോയി ഒരു പാത്രത്തിൽ ചോറും കറിയുമെടുത്ത് ഉമ്മറത്തെ തിണ്ണയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അകത്തേക്ക് തിരികെ പോയി വാതിലടച്ചു. ആ പ്രവൃത്തിയിൽ എല്ലാം ഉണ്ടായിരുന്നു: ഒരമ്മയുടെ വാത്സല്യവും, എന്നാൽ പൊറുക്കാൻ സമയമായിട്ടില്ലെന്ന താക്കീതും. അന്ന് രാത്രി അവൻ ആ ഉമ്മറത്തെ തണുത്ത തിണ്ണയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അവൻ അച്ഛന്റെ പഴയ പണിപ്പുര തുറന്നു. പൊടി പിടിച്ചു കിടന്ന ഉളിയും കൊട്ടുവടിയും അവൻ പുറത്തെടുത്തു. ഓരോന്നായി തുടച്ചു വൃത്തിയാക്കി. ആ ആയുധങ്ങൾക്ക് അവന്റെ അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മനു സംസാരിച്ചത് അവന്റെ പ്രവൃത്തികളിലൂടെയായിരുന്നു. അവൻ പറമ്പിലെ കാടുവെട്ടി തെളിച്ചു, പൊട്ടിപ്പൊളിഞ്ഞ വേലി നന്നാക്കി, തന്റെ ആദ്യ വരുമാനം കൊണ്ട് നന്നാക്കിയ, വീണ്ടും ചോർന്നൊലിക്കാൻ തുടങ്ങിയ മേൽക്കൂരയിലെ ഓടുകൾ മാറ്റിക്കയറ്റി. രാവിലെ മുതൽ രാത്രി വരെ അവൻ വിശ്രമമില്ലാതെ പണിയെടുത്തു. ആരും അവനോട് ഒന്നും സംസാരിച്ചില്ല. അവനും ആരോടും സംസാരിച്ചില്ല. കഠിനാധ്വാനം ഒരു പ്രായശ്ചിത്തമായി അവൻ തിരഞ്ഞെടുത്തു. ഒരു ദിവസം അവൻ രാഹുലിനെ കാണാൻ തീരുമാനിച്ചു. അവന്റെ ജോലിസ്ഥലത്തേക്ക് അവൻ നടന്നു ചെന്നു. മനുവിനെ കണ്ടപ്പോൾ രാഹുലിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. എന്തിനാ വന്നത്? ഇനിയും വീഡിയോ എടുക്കാനാണോ? മനു തലകുനിച്ചു. ക്ഷമിക്കണം. അവന്റെ ശബ്ദം നേർത്തിരുന്നു. ഞാൻ ചെയ്തതിന് ഒരു ന്യായീകരണവുമില്ല. എല്ലാം നശിപ്പിച്ചത് ഞാനാണ്. എന്നോട് പൊറുക്കണം. അവൻ മറ്റൊന്നും പറഞ്ഞില്ല. അവന്റെ തകർന്ന രൂപവും ആത്മാർത്ഥമായ വാക്കുകളും കേട്ട് രാഹുലിന്റെ ദേഷ്യം പതിയെ അലിഞ്ഞു. അവൻ ക്ഷമിച്ചില്ല. പക്ഷേ ആ കണ്ണുകളിലെ മാറ്റം അവൻ തിരിച്ചറിഞ്ഞു. അനുവിനെ നേരിൽ കാണാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ ദിവസങ്ങളെടുത്തു. മനോഹരമായ ഒരു ചന്ദന മരത്തിന്റെ തടികൊണ്ട് ഒരു ചെറിയ ഈകർഫ് കുത്തിയുണ്ടാക്കി. അതിനകത്ത് ഒരു നീണ്ട കത്ത് എഴുതിവെച്ചു. തന്റെ അഹങ്കാരത്തെക്കുറിച്ചും പണത്തോടുള്ള ആർത്തി തന്നെ എവിടെയെത്തിച്ചു എന്നതിനെക്കുറിച്ചും, എല്ലാറ്റിനുമുപരി അവളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു കുറ്റസമ്മതമായിരുന്നു അത്. അവൻ ക്ഷമ ചോദിച്ചില്ല. പകരം, എനിക്കെന്റെ പഴയ രൂപം ഓർമ്മയുണ്ട്, എന്നെങ്കിലും ആ ചേട്ടനാകാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് മാത്രം എഴുതി. ആ ഷീക്രഫ് അവൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു, അനുവിന് നൽകാൻ. അമ്മ കൊടുത്ത ആ മരപ്പെട്ടിയും അതിലെ കത്തും അനു പലതവണ വായിച്ചു. ഓരോ വരിയും അവളുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാക്കി. മുറിവുകൾ അത്ര വേഗം ഉണങ്ങുന്നതായിരുന്നില്ല. രാഹുൽ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ക്ഷമിക്കേണ്ടത് നിന്റെ മാത്രം തീരുമാനമാണ് അനു. അത് അവനു വേണ്ടിയല്ല, നിന്റെ സമാധാനത്തിനു വേണ്ടിയാണ്. രാജൻ ദൂരെ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. വെയിലും മഴയുമേറ്റ് പണിയെടുക്കുന്ന മകനെ, മെലിഞ്ഞുണങ്ങിയ അവന്റെ രൂപത്തെ, അവന്റെ കൈകളിലെ തഴമ്പിനെ. ആശാരിപ്പണിയിൽ അവൻ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കണ്ടപ്പോൾ ആ അച്ഛന്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷയുടെ നാമ്പ് മുളച്ചു. മാസങ്ങൾ കടന്നുപോയി. രാഹുലിന്റെ വീട്ടുകാരുടെ എതിർപ്പ് പതിയെ കുറഞ്ഞു. അനുവിനോടുള്ള രാഹുലിന്റെ സ്നേഹത്തിന്റെ ആഴവും അവളുടെ നിരപരാധിത്വവും അവർ തിരിച്ചറിഞ്ഞു. അവരുടെ വിവാഹം ഉറപ്പിച്ചു. ലളിതമായ ഒരു ചടങ്ങ്. മനുവിനെ ആരും ക്ഷണിച്ചില്ല. അവൻ പ്രതീക്ഷിച്ചതുമില്ല. കല്യാണ ദിവസം അമ്പലത്തിന്റെ മതിലിനപ്പുറത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൻ തന്റെ പെങ്ങളുടെ കഴുത്തിൽ രാഹുൽ താലി ചാർത്തുന്നത് ഒരു മിന്നായം പോലെ കണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല, സന്തോഷത്തിന്റെയും കുറ്റബോധത്തിന്റെയും കണ്ണുനീരായിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ അനുവിനെ കാത്ത് ഉമ്മറത്തൊരു സമ്മാനമുണ്ടായിരുന്നു. മനോഹരമായി കൊത്തുപണികൾ ചെയ്ത ഒരു ഊഞ്ഞാൽ. കുട്ടിക്കാലത്ത് അവൾ ഏറ്റവും കൊതിച്ച ഒന്ന്.
അതിലൊരു കുറിപ്പുമുണ്ടായിരുന്നില്ല. പക്ഷേ അത് ആരാണ് നൽകിയതെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ ആ മിനുസമുള്ള തടിയിൽ വിരലോടിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യയ്ക്ക് അനു ആ പുതിയ ഊഞ്ഞാലിൽ പതിയെ ആടിക്കൊണ്ടിരുന്നു. രാജനും ലീലയും അവളെ നോക്കി ഉമ്മറത്തിരിപ്പുണ്ട്. പറമ്പിന്റെ അങ്ങേയറ്റത്ത് ഒരു മരക്കുറ്റിയിൽ എന്തോ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് മനു. അവൻ തലയുയർത്തി നോക്കുന്നതേയില്ല. അനു ഊഞ്ഞാലാട്ടം നിർത്തി. അവൾ അവനെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ അവളുടെ ശബ്ദം ആ മുറ്റത്ത് മുഴങ്ങി. ശാന്തമായ തെളിഞ്ഞ ശബ്ദം. ചേട്ടാ. മനു ഒരു നിമിഷം ചലനമറ്റു നിന്നു. പിന്നെ പതിയെ തലയുയർത്തി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇങ്ങോട്ട് വാ, നമുക്കൊരു ചായ കുടിക്കാം. അവൻ തന്റെ കയ്യിലെ ഉളി താഴെ വെച്ചു. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവൻ പതിയെ അനുവിനും തന്റെ അച്ഛനമ്മമാർക്കും അരികിലേക്ക് നടന്നു. നഷ്ടപ്പെട്ടുപോയ തന്റെ വീട്ടിലേക്ക്, സ്നേഹത്തിലേക്ക്. ക്യാമറ പതിയെ പിന്നോട്ടു നീങ്ങുമ്പോൾ നന്നാക്കിയ വേലിയും ചോരാത്ത മേൽക്കൂരയും ഒരുമിച്ച് ചായ കുടിക്കാനിരിക്കുന്ന ആ കുടുംബത്തെയും കാണാം. മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുമായിരിക്കും, പക്ഷേ ആ കുടുംബം പതിയെ ഒന്നിച്ചു ചേരുകയായിരുന്നു. സ്നേഹത്തിന്റെ നൂലുകൊണ്ട് അവർ വീണ്ടും തുന്നിച്ചേർക്കപ്പെടുകയായിരുന്നു.